ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻ്ററിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓങ്കോളജി ICയുടെ മുന്നിലാണ്. രേണുസുതി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഡിസ്ക്ലെയിമർ ആണ്. രേണുസുതി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകുക. ഈ ചാനലിൽ രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മാത്രമല്ല വരാറുള്ളത്. വേറെ ഒരുപാട് കോണ്ടന്റുകൾ ഞാൻ ചെയ്യാറുണ്ട്. സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ പോലും ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ കണ്ടന്റുകളാണ് താല്പര്യമെങ്കിൽ അത് മാത്രം കാണാൻ വന്നാൽ മതി. പിന്നെ രേണുസുതി അവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു വ്യക്തിയാണ്. അയാളുടെ പ്രൊഫൈല് ഞാൻ ദാ ഇവിടെ കാണിച്ചു തരാം. അൻഷാദ്, അങ്ങനെയാണ് ഈ വ്യക്തിയുടെ പേര്, അൻഷാദ് പാല. തുടക്കത്തിലെ വേറൊരു കാര്യം പറയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും അൻഷാദിലേക്ക്. കുട്ടികൾ നിങ്ങളുടെ അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പിള്ളേരെ അങ്ങോട്ട് മാറ്റിയിരുത്തണേ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് വെക്കുക. വെച്ച് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനൊരു കാര്യം പറയുക. അൻഷാദേ, എടാ നിനക്ക് തന്തയുണ്ടോ? അല്ല, ചോദിച്ചേ പറ്റത്തുള്ളൂ. നിന്നെ പോലുള്ള ഓരോരുത്തരോടൊക്കെ ഉണ്ടോ നിനക്കത്? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നീ എന്തറിഞ്ഞിട്ടാ വിളിച്ചു പറയുന്നത്? ഞാൻ അന്വേഷിച്ചു. രേണുസുതിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ വീട്ടിലുണ്ട്. അവർ പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടിയും അവർ ചെയ്യാൻ പോയിട്ടില്ല. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരുത്തം വന്നിട്ട് ഒരു വീഡിയോയിൽ പറയുകയാണ്, രേണുസുതി സ്വയം അങ്ങോട്ട് മറ്റേ ആ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, യൂട്യൂബിൽ നമുക്ക് പണി കിട്ടും, അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. സ്വയം അങ്ങോട്ട് ഇല്ലാതാവാൻ ഉള്ള ആ ഒരു പരിപാടി ചെയ്തു എന്ന്. എന്ത് കണ്ടിട്ട്, ആര് പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ വിളിച്ചിരുത്ത് പറയുന്നത്? രേണു എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല, നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. സഹതാപത്തിൻ്റെ പുറത്തുള്ള ഒരു സ്നേഹമുണ്ട് അവരോട്, എനിക്കുമുണ്ട്, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടത്. പക്ഷേ അത് രേണു തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, രേണു ഇങ്ങനെ ചെയ്യരുത്. സഹതാപത്തിൻ്റെ പുറത്ത് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം നിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഭയങ്കര കാര്യമായിട്ട് നിങ്ങളെ ഇവിടെ ആരും സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അതിൻ്റെ പുറത്തുള്ളൊരു സഹതാപം, അതിൻ്റെ പുറത്ത് അവർ നന്നായിട്ട് വരട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? അത്ര വലിയ മനുഷ്യസ്നേഹിയൊന്നും അല്ല ഞാൻ. പക്ഷേ എവിടെയോ ഇച്ചിരി എവിടെയോ ഒരു മൂലയ്ക്ക് നന്മയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും പറയാനും വരാത്തത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം രേണു കാണിച്ച പരിപാടികൾ ഒരു കാര്യവും ഇല്ലാതെ കിച്ചുവിനെ വലിച്ച് വീഡിയോയിലേക്ക് പിടിച്ചിട്ടു. കാണാൻ വരുന്നില്ല. ഉടനെ അവൻ അപ്പുറത്തുനിന്ന് ഒരു റിപ്ലൈ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വീഡിയോ ഇടുന്നു, കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. ആ വീഡിയോയിൽ അവൻ കാണിക്കുന്ന നമ്മുടെ രേണുസുതി അവരുടെ നമ്മുടെ സബ്സ്ക്രിപ്ഷനിലിട്ട ആ ഒരു വീഡിയോ വെച്ച് തന്നെയാണ് കിച്ചു സംസാരിക്കുന്നത്. ഒരു കാരണവശാലും അതൊക്കെ കാണിച്ച് സംസാരിക്കുന്ന കിച്ചുവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവൻ്റെ സൈഡിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, കിച്ചു വിട്, വയ്യാതെ കിടക്കുകയല്ലേ, പോയിന്ന് കണ്ടേക്ക്. പിന്നെ നീ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കിച്ചുവിന് നാട്ടുകാരോട് പ്രത്യേകിച്ച് ചോദിച്ചിട്ടൊന്നും പോയി കാണേണ്ട കാര്യമൊന്നുമില്ല. അവന് തോന്നുവാണെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ പോകേണ്ട ഒരു കാര്യമില്ല. ആരോടും അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവൻ കാണിച്ച ആ വീഡിയോ അതിലുണ്ട്. അവന് ഇപ്പോഴും അതിന് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ വീഡിയോ കാണുമ്പോൾ അവനുണ്ടാകുന്ന ഒരു അമർഷം, അതിനിപ്പം രേണു ഏത് അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും അത് അവന് താങ്ങാൻ പറ്റുന്നതല്ല. മനസ്സിലായില്ലേ? അതും നമ്മളൊന്ന് മനസ്സിലാക്കണം, മാറ്റി വെക്കുക. ഇതൊക്കെ കിച്ചുവിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്ന ഒരാളും ഒരു പരിധിയിൽ കൂടുതൽ അവനെ അങ്ങോട്ട് വലിച്ചു കീറാൻ ഞാനാണെങ്കിലും പോയിട്ടില്ല. പക്ഷേ പറഞ്ഞിട്ടുണ്ട്, കിച്ചു മതി, നിർത്തിക്കോ, ഒരു പരിധിയിൽ കൂടുതൽ വേണ്ട, വിട്ടേക്ക്. അതല്ലാതെ കിച്ചുവിനെ തെറി പറയാനോ അവൻ അങ്ങനെയാണ് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ്റെ സിറ്റുവേഷൻ നമ്മളാണെങ്കിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അവനും ചെയ്തിട്ടുള്ളൂ. പിടികിട്ടിയോ? പിന്നെ നാട്ടുകാരോട് ചോദിക്കാതിരിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ പറയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഒന്ന് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ ഒരു ചർച്ചാ വിഷയം ആകാതിരിക്കുക. ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി വെക്ക്. ഞാൻ ഈ പറഞ്ഞ അൻഷാദ് മോൻ, ഇവൻ രേണുവിൻ്റെ കൂടെ ഷോർട്ട് ഫിലിമാണോ, കുറേ ഫോട്ടോയൊക്കെ ഇവൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച കണക്ക് അവൻ്റെ അക്കൗണ്ടിൽ കുറേ ഫോട്ടോകൾ ഈ രേണുവായിട്ട് നിൽക്കുന്നതൊക്കെ കിടപ്പുണ്ട്. കൂടാതെ ഇവൻ ഒരാഴ്ച മുമ്പ് രേണുവിന് വയ്യാതെ ഹോസ്പിറ്റലിൽ ആ ഒരു ടൈമിൽ പോയ സമയത്ത് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഞാൻ കേൾപ്പിക്കാം. അതിന് മുമ്പ് ഇവൻ്റെ വാഗുണ്ട് ഇവൻ പറയുന്ന കുറച്ച് തെമ്മാടിത്തരങ്ങളുണ്ട്. ഇവൻ ആര് പറഞ്ഞു കൊടുത്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളിതൊന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം.
രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്, മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെന്താ ഇവനെ വിളിക്കാനുള്ളത്? നിങ്ങൾക്കെന്താ വിളിക്കാനുള്ളത്? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു പരിധിയിൽ കൂടുതലുള്ള വലിയ തെറികളൊന്നും എഴുതരുത് കേട്ടോ, പണി കിട്ടും. അതുകൊണ്ടാണ് നോർമലായിട്ട് ഇവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മാന്യമായിട്ടുള്ളത് പറ, കമൻറ്റ് ബോക്സിൽ പറ. അതുകൂടാതെ ഇവൻ്റെ ഈ വർത്താനം ഇഷ്ടപ്പെടാത്തവർ, ഇവനിപ്പോൾ ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവർ എന്താണെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കണം. ഇവനോടുള്ളൊരു വിമർശം, ഒരു അമർഷം നമുക്ക് അങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ തെറി പറയരുത്, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. എടാ മോനെ അൻഷാദേ, നിന്റെ പച്ചയ്ക്ക് ഞാൻ ചോദിക്കുക, നിന്റെ വീട്ടിലിരിക്കുന്ന നിനക്ക് ജന്മം തന്ന ഒരാളാണ് അതുപോലുള്ള വീഡിയോകൾ ചെയ്ത് ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നതെങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിനക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, നമുക്കാർക്കും ക്ഷമിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. കിച്ചൂരും പറ്റിയിട്ടില്ല. അതിനകത്ത് അവനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ലടാ മോനെ അൻഷാദേ. നീ പിന്നെ മറ്റേ ഇൻസ്റ്റാ റീലിലും ഉണ്ടാക്കാനും നീ അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്, പലതും നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇൻസ്റ്റയിൽ കൂടെ തന്നെ. നീ കൂടുതൽ കഥ പറയാൻ ഇറങ്ങരുത്. പിന്നെ നിന്നോട് ആരാ പറഞ്ഞ അവർ സ്വന്തമായിട്ട്, ഞാൻ ആ പോസ്റ്റർ ഒന്ന് മ്യൂട്ട് ചെയ്ത് കേട്ടോ, നമുക്കത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. അവൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്വന്തമായിട്ട് രേണു അങ്ങ് നിന്നോട് ആരാ ഇത് പറഞ്ഞത്? നമ്മൾ തിരക്കിയടാ, അങ്ങനെയുള്ള ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞത്. നിന്റെ പ്രശ്നം എന്താ? നിന്റെ കടിയാണോ നിനക്ക്? അല്ലെങ്കിൽ നിന്നെ പോലുള്ളവനെയൊക്കെ നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അന്തയ്ക്ക് വിളിച്ച് കുറച്ചുകൂടെ ഫേമസ് ആക്കണമെന്നോ? അതാണോ നിന്റെ ഉദ്ദേശം? അല്ല, അതിനുവേണ്ടി നീ എന്ത് ഡാഡി ഇല്ലാത്ത പരിപാടിയും കാണിക്കുമോ? ശരിക്കും ഉണ്ടോ നിനക്ക്? ശരിക്കും നിനക്ക് ഉണ്ടോ? ഡാഡി ഉണ്ടോ നിനക്ക്? അല്ല, നിന്നോട് അങ്ങനെ വേണം ചോദിക്കുക. നമുക്ക് ബാക്കി കേൾക്കാമേ. കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞത് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നീ അവിടെ വരുവായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിയുനകത്തോട്ട് ആരെ കാണിക്കില്ല, കയറ്റിയല്ല. സീമാജി നായരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. പക്ഷെ അവർ വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടുപോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്തമാനം പറയണ്ട. വേറെ അറിയാമാണോ? ഉള്ള കാര്യം പറയില്ല. ഇവനെ പൊക്കി പിടിച്ചോണ്ടാ മോനെ. അവൻ കാണിച്ചില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞോ? നീ ഏതുവഴിയാ കേൾക്കുന്നത്? അല്ല, കിച്ചു എവിടെങ്കിലും പറഞ്ഞോ അവനെ കാണിച്ചില്ല എന്ന്? അവൻ പറഞ്ഞിട്ടില്ല. അവൻ വീട്ടിൽ ചെന്നു, ഋതപ്പൻ അവൻ്റെ അനിയൻ അവനെ അടിപൊളിയാക്കി നോക്കി, അവൻ പോയി. അവിടെ അമ്മ ഇല്ലായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ടും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അവൻ തിരിച്ച് വീട്ടിൽ പോയി എന്നാണ് അവൻ പറഞ്ഞത്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അവനല്ലെങ്കിലും കാണാൻ വലിയ താല്പര്യമൊന്നും കാണത്തില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അവന് കാണാൻ വലിയ താല്പര്യം കാണത്തില്ല. പിന്നെ അവർ തമ്മിലുള്ള പ്രശ്നം, അതിനെ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. അതാണ് ഞാൻ കിച്ചുവിനോടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ, കിച്ചു വേണ്ട, നിർത്തിക്കോ. രേണു പറഞ്ഞ കണക്ക് ഇവർ തമ്മിലുള്ള നമുക്ക് ആർക്കും അറിയാത്ത പ്രശ്നങ്ങൾ അത് പുറത്തു വന്നാൽ രണ്ടുപേരും നാറും. കിച്ചു മാത്രമല്ല, രണ്ടുപേരും നാറും. ഓക്കെ, അത് കഴിഞ്ഞ കാര്യം, അത് വിടൂ. പക്ഷേ ഇപ്പോൾ അവൻ ചെല്ലാത്തതിൻ്റെ പേരും പറഞ്ഞ് ആരും അവനെ കല്ലെറിയാൻ നിൽക്കണ്ട. അവൻ്റെ സ്ഥാനത്ത് നീയൊക്കെ ആണെങ്കിലും ഒരു തേങ്ങയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണത്. നിങ്ങളാരെങ്കിലും പോവോ? രേണുവിനോട് ഒറ്റ കാര്യമുള്ളൂ പറയാൻ. രേണു, നിർത്തുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ആൾക്കാർ വീഡിയോ കാണും, നിങ്ങൾക്ക് പൈസ കിട്ടും, നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാം. അല്ലാതെ അവനെ കല്ലെറിയാനും ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. ഇതുപോലുള്ള ഓരോ വട്ടന്മാരെ ഒന്ന് വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, ചെയ്യാതിരിക്കുക. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ആളുകൾക്കുള്ള ഹെയ്റ്റ് കൂടത്തേ ഉള്ളൂ. അതാണിപ്പോൾ സംഭവിക്കുന്നത്. എന്തിനാ വെറുതെ ബാക്കി നടക്കില്ല കേട്ടോ, ഒരു കാരണവശാലും. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കരുത്. ഇവൻ വേറെ അറിയാം. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പ് വെള്ളം കുടിക്കൂല, കിണർ വെള്ളം കുടിക്കൂല, ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇവൻ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമേ ചേച്ചിനെയും ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയും. എനിക്ക് അറിയാൻ നേരിട്ട് പരിചയമില്ല, എനിക്ക് ഇവനെ പരിചയപ്പെടാനോട് താല്പര്യമില്ല. ഇങ്ങനെ നാറിയ മക്കളൊന്നും പരിചയപ്പെട്ട് ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഒരു മോനല്ല. ഇവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു കാണിക്കുന്ന ഭയങ്കര
നിന്നെ കൂടെ ചേർത്ത് പിടിക്കാൻ കൊള്ളാവോടാ മോനെ, ഈ പറയുന്നവനെയാ. നിന്നെ കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റൂ? നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? അവൻ രേണു ബിഗ് ബോസിലുള്ള സമയത്ത് ഹോട്ടലിലൊക്കെ പോയി കഴിച്ചു. എനിക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ എന്ന്. കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പൈസയ്ക്ക് വേണ്ടി രേണുവിൻ്റെ ചേച്ചിയെ വിളിച്ചു. ഓക്കെ, അവര് നിന്നെ വിളിച്ച് നീ കാശിട്ട് കൊടുക്കേണ്ട ആ ഒരു പരിപാടി അതെന്താ? അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അതെന്താ അങ്ങനെ? എന്നിട്ട് നീ പൈസ ഇട്ട് കൊടുത്തു വന്നിരുന്നൊക്കെ തള്ളി മറക്കുക. നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? ഈ വന്നിരുന്ന് കഥ പറയുന്ന സമയത്ത് നിന്റെ തെളിവുണ്ട്, നീ കൊടുത്തതാണെങ്കിൽ നിനക്ക് അത് കാണിച്ചൂടെ? എനിക്ക് പരിചയപ്പെടാനും താല്പര്യമില്ല. എല്ലാം പോട്ടെ, നിന്നോട് ആരാ പറഞ്ഞേ ഈ പരിപാടിയുടെ കാര്യം? ആരാ നിന്നോട് പറഞ്ഞേ? നീ ഏതാ? നീ അക്കൗണ്ട് രേണുവായിട്ടുള്ള 2-3 പടം കിടപ്പുണ്ട്. അത് വെച്ചിട്ടുള്ള ഷോ ഓഫ് ആണോ നിന്റെ? അത് വെച്ചുള്ള ഷോ ഓഫ് ആണോ നിന്റെ? ഒരു ക്ലിപ്പും കൂടെ, അത് കഴിഞ്ഞ് ഇവന്റെ പഴയ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവൻ പൊട്ടനാണെന്നുള്ളത് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് ഇത് കണ്ടു. എന്നിരുന്നാൽ പോലും ഞാൻ പറയാലോ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ. എടാ, നിന്റെ ഈ അഴുക്ക നാക്കുകൊണ്ട് നീ ആ വാക്കൊന്ന് പറയാതിരിക്കുവോ? ഇങ്ങനെ കിടക്കുമായിരുന്നു. ലാസ്റ്റ് വേർഡൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. നീ കണ്ടോ ഇത്? നീ നേരിട്ട് കണ്ടിട്ടാണോ നീ കഥ പറയുന്നത്? നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇടയ്ക്ക് ഇവൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാനായിട്ട് അതൊരിക്കലും അതിനെപ്പറ്റി സംസാരിക്കില്ല. എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അത് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നാറും. ഇവിടെ എല്ലാവരും നാറും. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല. ഇവനെന്തോ നേരിട്ട് കണ്ട രീതിയിലാണ് ഇവനീ പറയുന്നത്. ഇവൻ്റെ ഒരാഴ്ച മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അത് കാണണം. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ പൊട്ടനാണോ അതോ ഇവൻ ചട്ടനാണോ എന്ന്. സോറി, ആ വാക്ക് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. പൊട്ടനാണോ മണ്ടനാണോ എന്ന് ഫ്ലോയ്ക്ക് പറഞ്ഞു പോയതാ, ക്ഷമിക്കുക. കാരണം വിവരക്കേടെ ഇവൻ പറയുന്നുള്ളൂ. നിന്റെ കയ്യിലാണോ ഇവൻ മറ്റേ സുധിയുടെയും ഇവൻ്റെയൊക്കെ ഫോൺ ഇരിക്കുന്നത്, ഇവൻ യൂസ് ചെയ്തതൊക്കെ? അല്ല, നിന്റെ പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത് എല്ലാം നിന്റെ കയ്യിലുണ്ടെന്നുള്ള രീതിയിലാണല്ലോ നീ പറയുന്നത്. ഇതെല്ലാം നിന്റെ കയ്യിലുണ്ട്, നിനക്കെല്ലാം അറിയാം. എന്നിട്ടാണോ നീ വന്നിരുന്ന് വിവരക്കേട്? ഈ വീഡിയോ ഇപ്പോൾ ഇല്ല ഇവൻ്റെ അക്കൗണ്ടിൽ. ഇത് ഇവൻ എവിടെ ഇട്ടയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയതാ. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇവൻ മുക്കിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണെങ്കിൽ അവിടെ ഇല്ല. ഓരോന്നൊക്കെ ഇരുന്ന് വിടുവായിത്തരം പറയും. ഒരാഴ്ച മുമ്പ് രേണു ആദ്യമായിട്ട് ആശുപത്രിയിലായി സീരിയസ് ആയിരുന്ന ഒരാഴ്ച മുമ്പ് നമ്മളിങ്ങനെ വാർത്ത കേട്ടല്ലോ. ആ സമയത്ത് ഇവൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്കിതാ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് എടുത്ത് കഴിഞ്ഞ് എഡിറ്റിന് പോയി ഇരുന്നപ്പോഴാണ് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കണ്ട ഈ ക്ലിപ്പില്ലേ, ഈ ക്ലിപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ പൊട്ടൻ ഈ അമ്മയുടെ വിലയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. എടാ മോനെ, 2-ാം വയസ്സിൽ അവൻ്റെ 2-ാം വയസ്സിൽ അവൻ്റെ സ്വന്തം അമ്മ അവനെ ഇട്ടിട്ട് പോയതാ. ഓക്കെ, അങ്ങനെയുള്ള അവന് സ്ത്രീയോട് തന്നെ, ഏതൊരു സ്ത്രീയോടാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ വലിയ സ്നേഹമൊന്നും ഉണ്ടാവണമെന്നില്ല. അവൻ്റെ ചെറുപ്പത്തിലെ അവൻ അനുഭവിച്ച കാര്യങ്ങൾ മനസ്സിലായോ? അതൊക്കെ നീ ഈ കഥ പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണമായിരുന്നു. അവൻ്റെ അവസ്ഥ, ചൈൽഡ്ഹുഡ് ട്രോമാസ്, വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ഇട്ടിട്ട് വേറൊരാളുടെ പോയതാടാ. അതൊക്കെ കൂട്ടുകാരും അപ്പുറം ഉള്ളവരും ഇപ്പുറം ഉള്ളവരും ഒക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അവൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും. അത് നീ ആലോചിച്ചോ? കൂടാതെ 2-ാം അമ്മയാണ് ഈ രേണു ചുതി. അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല അവനോട് അവരാണെങ്കിലും ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നതല്ലേ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. എനിക്ക് നിനക്കൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നീ വലിയ കഥ പറയരുത്. അമ്മയുടെ വാല്യൂ അവന് പഠിപ്പിച്ചു കൊടുക്കാൻ പോകണ്ട, മനസ്സിലായോ? അത് അവൻ അറിയത്തില്ല. അതിന് അവനെ കുറ്റം പറയാനും പറ്റത്തില്ല. എന്തിന് അമ്മയുടെ വില? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് പോലും അവൻ എങ്ങനെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. കാരണം അവൻ്റെ ചെറുപ്പകാലത്തിൽ അവൻ അനുഭവിച്ച കാര്യങ്ങൾ പിടികിട്ടിയോ? അത് എനിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിനക്ക് പറ്റത്തില്ല. നിന്നെ സംബന്ധിച്ച് അയ്യോ രേണു സുന്ദരി എടുത്തങ്ങ് പൊക്കാം. അത് അവൻ്റെ സൈഡിൽ ഒന്ന് നിന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും.
എന്നാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമസ്കാരം, എൻ്റെ പേര് അൻഷാദ് എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻറ്ററിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓങ്കോളജി ICUയുടെ മുന്നിലാണ്. രേണുസുതി നിലവിൽ ICUവിൽ അഡ്മിറ്റാണ്, ശരിയാണ്. പക്ഷേ രേണുവിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ചില ആളുകളുടെ വീഡിയോസൊക്കെ കാണാനിട വന്നു രേണു അത്യാസന്ന നിലയിലാണ് എന്ന്. ശരിക്കും അങ്ങനെയൊന്നുമല്ല കാര്യം. ബ്ലഡിലെ കൗണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് അവളെ രാവിലെ വന്നപ്പോൾ ഇവിടെ വാർഡിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ICUവിലേക്ക് ആക്കിയതാണ്. ബ്ലഡിൽ കൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്, അല്ലാതെ അവൾക്കൊരു അത്യാസന്ന നിലയിലും അല്ല. എല്ലാവരും പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. അവൾ എന്താ പറയുക, അത്യാസന്ന നിലയിൽ എത്തുന്ന ഒരവസ്ഥയിലൊന്നും അല്ല അവളുള്ളത്. കുറച്ച് സമയം ICUവിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നേ. മേ ബി കൗണ്ട് കറക്റ്റ് ആവുകയാണെങ്കിൽ ഇന്നോ നാളെയൊക്കെ തന്നെയായിട്ട് ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ രേണു അത്യാസന്ന നിലയിലല്ല, തീർച്ചയായിട്ടും രേണു അത്യാസന്ന നിലയിലാണ്, മരണശയ്യയിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പരത്താതിരിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. ആരും പരത്താതിരിക്കുക അല്ലേ? ഒരാഴ്ച മുമ്പും പറഞ്ഞതാ, ആരും പരത്താതിരിക്കുക, അത്യാസന്ന നിലയിലാണെന്ന് ആരും പരത്താതിരിക്കുക. ഞങ്ങൾ ആരും പരത്തിയിട്ടില്ല. ഓക്കെ, നിന്റെ ആ ഒരു മനസ്സ് ആശുപത്രി നിൽക്കുക, ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് മൈക്കിൽ പറയുക, നാട്ടുകാരെ അറിയിക്കുക, കുഴപ്പമൊന്നുമില്ല, എല്ലാം സേഫാണ് ഇവിടെ. ഒന്നുകിൽ ആശുപത്രിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിനക്ക് ചെയ്യുക, അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ നാട്ടുകാരെ അറിയിക്കുക. എടാ പോട്ടെ പോട്ടെ, അന്ന് ഈ പരത്തരുത് എന്ന് പറഞ്ഞവൻ ഇന്ന് എന്ത് കണ്ടിട്ടാണ് ദേ ഈ പരിപാടി രേണു ചെയ്തു എന്നൊക്കെ വിളിച്ച് പറഞ്ഞ? എന്ത് കണ്ടിട്ടാണ്? നീ ആര് പറഞ്ഞിട്ടാ? നമ്മളാരും തിരക്കിയപ്പോൾ അത് അങ്ങനൊന്നും കേട്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ എന്നോടൊരാൾ പറഞ്ഞത്, അവരറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞത്, നമ്മളിത് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലോ. ചോദിച്ചപ്പോഴത്തേക്ക് അവരവിടെ കിടന്ന് ഉറങ്ങുക, അവർക്ക് വയ്യ, പക്ഷെ അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങുക, അല്ലാതെ ഇവർ ഈ പറയുന്ന കണക്കത്തെ കഥയൊന്നുമില്ല. ചുമ്മാ ഓരോന്ന് അടിച്ചിറക്കുക നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ, എന്നിട്ട് കിച്ചുവിന് ഹെയ്റ്റ് മേടിച്ചു കൊടുക്കാൻ. എൻ്റെ പൊന്നു മോനെ, രേണു ഒന്ന് മനസ്സിലാക്കുക. ഇതുപോലുള്ളത് ഈ പൊട്ടനെയൊക്കെ വിളിച്ച് പറയുക. ഇവനെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ കിച്ചുവിനെ എല്ലാവരും പൊക്കത്തേ ഉള്ളൂ, മനസ്സിലായോ? മണ്ടത്തരം കാണിക്കാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.